ഹലോ ഗായ്സ്, ഞാനെനിക്ക് നടന്ന് ഇപ്പം ഒന്ന് ക്ഷീണിച്ച് ഇവിടെ തറയായിട്ടിരിക്കുകയാണ്. തറയിൽ ഇരിക്കുന്നുണ്ടോ, ഫുട് പാത്തിൽ. നമുക്കങ്ങനെയൊന്നുമില്ല, നമ്മൾ എവിടെയാണേലും ഇരുന്നോളും. അപ്പോൾ എന്തുണ്ട് വിശേഷം? ഞാൻ പറഞ്ഞില്ലേ, ഇന്ന് ഞാനൊരു എക്സൈറ്റ്മെൻറ്റിലായിരുന്നു എന്നൊക്കെ പറഞ്ഞില്ലേ. രാവിലെ ഒരു സാധനം ഉണ്ട് പറയാമെന്നൊക്കെ പറഞ്ഞില്ലേ, നടന്നില്ല. സാരില്ല, പക്ഷെ നടക്കും. അടുത്ത മാസം എന്തായാലും നടക്കും ഇൻഷാ അല്ലാഹ്. അപ്പോൾ എന്താ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ. ഞാൻ എക്സസൈസൊക്കെ ചെയ്ത് വീട്ടിൽ നിന്ന് വർക്കൗട്ട് ചെയ്ത് ഇവിടെ നമ്മുടെ നമ്മുടെ വീടിൻ്റെ അടുത്തൊരു പാർക്കുണ്ട്. അപ്പോൾ അവിടെ വന്നിരുന്ന് പിന്നെ ഒരു 5-10 റൗണ്ട്സ് നടന്ന് പിന്നെ ഒന്ന് വേർപ്പാറാൻ വേണ്ടിയൊക്കെ ഒന്ന് ഇരുന്ന് 2 പേജ് ബുക്കൊക്കെ വായിച്ച്. അപ്പം ബുക്കൊക്കെ വായിക്കാൻ വീട്ടിൽ സ്ഥലമില്ലെന്ന് ചോദിച്ചാൽ സ്ഥലമുണ്ട്, പക്ഷേ എനിക്കിങ്ങനെ ക്വയറ്റായിട്ട് വരിക, നല്ല ഫ്രഷ് എയറൊക്കെ കൊള്ളുക. അപ്പോൾ ഒരു 2 ബുക്ക് സ്ട്രീറ്റ് ലൈറ്റിന് കീഴിൽ വായിക്കുക, അങ്ങനത്തെ ഒരു ഇഷ്ടമാണ്. ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമല്ലേ. അങ്ങനെ അപ്പോൾ ഞാൻ ഇന്ന് ഇൻസ്റ്റാഗ്രാം റീൽസ് നോക്കിയപ്പം ഞാനിങ്ങനെ ഒരു ONV കുറിപ്പിൻ്റെ ഒരു വേർഡിങ്സ് കണ്ടിട്ട് അത് വെച്ചിട്ട് സംസാരിക്കാൻ ഓർത്താണേ. അതിൽ കണ്ടു, ഏറ്റവും ഭാഗ്യം ചെയ്ത ആൾക്കാരെന്ന് പറയുന്നത് സ്നേഹിക്കപ്പെടുന്ന ആൾക്കാരാണ്. പിന്നെ ഏറ്റവും ഭാഗ്യം കെട്ട ആൾക്കാരെന്ന് പറയുന്നത് സ്നേഹിച്ചിട്ടും എന്താ പറയുക, മനസ്സിലാക്കപ്പെടാതെ പോകുന്ന ആൾക്കാരാണ് ഏറ്റവും ഭാഗ്യം കെട്ട ആൾക്കാർ. അപ്പോൾ നമ്മുടെ ലൈഫിലും അങ്ങനെ കുറേ എക്സ്പീരിയൻസസിലൂടെ കടന്നു പോകുന്ന ആൾക്കാരുണ്ടാവില്ലേ. ഞാനൊക്കെ അങ്ങനെ കുറേ കടന്നു പോയിട്ടുണ്ട്. എന്നെ മിസ്അണ്ടർസ്റ്റുഡ് ചെയ്തിട്ടുണ്ട്. എത്ര പറഞ്ഞിട്ടും മനസ്സിലാക്കാതെ എന്നോടുള്ള ഫ്രണ്ട്ഷിപ്പ് ബ്രേക്ക് ചെയ്ത് പോയ ആൾക്കാരുണ്ട്. പേരൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ അവരോട് ഒത്തിരി സോറി പറഞ്ഞാലും തിരിച്ച് വരാതെ അവരങ്ങ് പോയി. അങ്ങനെ കുറേ കാര്യങ്ങൾ എൻ്റെ ലൈഫിൽ നടന്നിട്ടുണ്ട്. അപ്പം നമുക്ക് കിട്ടുന്ന അവസരങ്ങൾ നമ്മൾ മാക്സിമം അവരെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. കൂടെയുള്ള ആൾക്കാരോട് സ്നേഹം കൊടുക്കാനും എക്സ്പ്രസീവ് ആവാനും ട്രൈ ചെയ്യുക. അതൊക്കെയാണ് നമ്മുടെ ലൈഫിൽ നമുക്ക് ഏറ്റവും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. കാശ് മുടക്കൊന്നുമില്ലല്ലോ, നമ്മൾ 100% കൊടുത്താൽ മതി. അപ്പം അതനുസരിച്ച് അവർ തിരിച്ച് തരും. തന്നില്ലേലും തന്നാൽ ഏറ്റവും ഭാഗ്യം ചെയ്തവർ നമ്മൾ. അപ്പോൾ ഞാനിവിടെ ഇങ്ങനെ വക്രയിലിരിക്കുമ്പോൾ ഹായ് നല്ല പൂച്ച, ഹായ് പൂച്ച പോയി, എന്നെ കണ്ട് പേടിച്ചെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ ഞാനൊരു കഥ പറഞ്ഞ് വേഗം വൈൻഡപ്പ് ചെയ്യാവേ. അപ്പോൾ ഞാൻ ഇന്ന് പോകാൻ ഉദ്ദേശിച്ച കാര്യം എന്താണെന്ന് ഞാൻ ഇപ്പോഴും പറയുന്നില്ല, കാരണം നടന്നിട്ട് പറയാം അല്ലേ, അതല്ലേ ഏറ്റവും നല്ലത്. അപ്പോൾ ഞാനൊരു കഥ പറയാവേ. അതായത് ഒരു പോസ്റ്റ്മാൻ കത്തെടുക്കാൻ വരുമ്പോൾ എല്ലാ ദിവസവും ഒരാൾ ആ ഒരു കത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യും. പക്ഷെ ആൾക്ക് കത്തൊന്നും ഉണ്ടാവില്ല. ദിവസങ്ങൾ കടന്നുപോയി, മാസങ്ങൾ കടന്നുപോയി. അപ്പോൾ പോസ്റ്റ്മാൻ ചോദിച്ചു, സാറേ എന്തിനാണ് എല്ലാ ദിവസവും ഇങ്ങനെ വന്ന് വെയിറ്റ് ചെയ്യണേ? അപ്പോൾ പറഞ്ഞു, എനിക്കൊരു മകൻ്റെ കത്ത് വരാനുണ്ട്, വിദേശത്താണ് ആളെന്ന് പറഞ്ഞു. അങ്ങനെ മാസങ്ങൾ കടന്നുപോയി. ഒരു ദിവസം കത്ത് വന്നു. അപ്പോൾ ആ മാസ്റ്റർ, അതായത് ഈ മകൻ്റെ അച്ഛൻ, ഭയങ്കരമായിട്ട് ഹാപ്പി ആയിട്ട് തിരിച്ചു പോയി. അപ്പം പിന്നീട് വീണ്ടും ഇതേ മടി, എല്ലാ ദിവസവും ആൾ വരും, കത്തുകളൊന്നും ഉണ്ടാവില്ല. അങ്ങനെ ആൾ വയ്യാണ്ടായി കിടപ്പിലായി. കുറേ നാൾ കഴിഞ്ഞപ്പം പിന്നെയും വീണ്ടും കത്തുകൾ വരാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ ആ മാഷിന് ഒത്തിരി സന്തോഷമായി. അങ്ങനെ കുറേ നാൾ കഴിഞ്ഞ് ആൾ മരിച്ചപ്പം തലയിൽ എന്തോ വീണല്ലോ. കാക്കയല്ല, കാക്ക ഇവിടെ ഇല്ലല്ലോ, എന്തിനായിരിക്കും. അങ്ങനെ ഇടയ്ക്ക് ഞാൻ ഇവിടെയൊക്കെ കാണിക്കാവേ. കണ്ടോ, ഇതൊരു സ്മോൾ പാർക്കാണ്. പാർക്കിൻ്റെ പേര് എന്തോ ഒരു പേരുണ്ട്, ഞാൻ മറന്നുപോയി. അത് അവിടെ പോയി വായിക്കണം. അപ്പോൾ ഏതായാലും കഥ, അങ്ങനെ ഈ മാസ്റ്റർ മരിച്ചുപോയി. മരിച്ചപ്പം ആളുടെ ടേബിളിൽ ഈ ഒരു ഡയറി ഉണ്ടായിരുന്നു. ആ ഡയറിയിൽ ആൾ എഴുതിയേക്കുവാണ്, എൻ്റെ മകൻ മരിച്ചു പോയതാണെന്ന് എനിക്കറിയാം, പക്ഷേ എന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് വേണ്ടി കത്തുകൾ എഴുതിയ ഈ പോസ്റ്റ്മാൻ്റെ പേരിന് എഴുതിയിട്ട് ആൾക്ക് നന്ദി എന്ന് പറഞ്ഞിട്ട് ഒരു കുറിപ്പുണ്ടായിരുന്നു. അപ്പോൾ ആ പോസ്റ്റ്മാൻ സന്തോഷം കൊണ്ട് കണ്ണ് നിറഞ്ഞൊഴുകി. അതാണ് ആ കഥ. അപ്പം ആ പോസ്റ്റ്മാൻ അറിയായിരുന്നു മകൻ മരിച്ചു എന്ന്. കാരണം എല്ലാ ദിവസവും ഈ മാഷ് ഇങ്ങനെ വരികയാണല്ലോ മകൻ്റെ കത്ത് തേടി. അപ്പം അപ്പോൾ ആൾ തന്നെയാണ് മകനെന്ന വ്യാജേന കത്തുകൾ എഴുതി, ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു അച്ഛാന്നൊക്കെ പറഞ്ഞ് എഴുതിയത്. അപ്പം ആ ഒരു ചെറിയ കാര്യം തന്നെ മറ്റേ ആളുടെ ലൈഫിൽ എത്ര ഇൻഫ്ലുവൻസ് ചെയ്ത് നോക്കിയോ. അയാൾക്കൊരു സന്തോഷം കിട്ടി. അപ്പോൾ മകനെ പോലെ ഒരു സ്നേഹം മാഷിനും കിട്ടി. അങ്ങനെ ഒരു ചെറിയ കാര്യം കൊണ്ട് തന്നെ നമുക്ക് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ പറ്റുമെങ്കിൽ ചിലർ പേടിച്ചടിക്ക് പോകുന്നുണ്ടോ.
എന്ത് രസമല്ലേ ബാല്യകാലം. അങ്ങനെ സന്തോഷിപ്പിക്കാൻ പറ്റുമെങ്കിൽ അതൊക്കെ നമ്മൾ ചെയ്യണം. അങ്ങനത്തെ ഓരോരോ പുണ്യപ്രവൃത്തികൾ, പുണ്യമായിട്ടല്ല, അതൊരു എന്താ പറയുക, അതൊരു സുഖമുള്ള പരിപാടിയല്ലേ. നമുക്ക് കാശ് ചിലവൊന്നുമില്ലല്ലോ. നല്ല രീതിയിൽ എല്ലാവരെയും സ്നേഹിക്കുക, മനസ്സിലാക്കുക, ഫ്രണ്ട്സാക്കുക. എന്ത് രസമാണ് അത്. എനിക്ക് ഭയങ്കര ഇഷ്ടം. ഞാൻ പിന്നെ കുറച്ച് വർത്തമാനം കൂടെ ഉള്ളത് കൊണ്ട് എനിക്ക് ഫ്രണ്ട്സൊക്കെ ആക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ എല്ലാവരെയും സന്തോഷിപ്പിക്കുക, ഹാപ്പി ആവുക, ചളി കോമഡിയൊക്കെ അടിക്കുക, കൂടി ഫുഡൊക്കെ കഴിക്കുക, അങ്ങനെ ഡ്രൈവിന് പോവുക. എനിക്കങ്ങനെ സംഘമുണ്ട്. ഞാൻ ഇനി ഓരോ റീൽസൊക്കെ വരുമ്പോൾ കാണിക്കാം. അങ്ങനെയാണ് കാര്യങ്ങളുടെ കിടക്കുവശം. അപ്പോൾ ഞാൻ എണീറ്റ് നടക്കട്ടെ. അമ്മച്ചിയെ നട്ടും ബോൾട്ടൊക്കെ ലൂസായെന്നാണ് തോന്നുന്നത്. ഇവിടെ നോമ്പ് തുറന്നു. അപ്പോൾ ഞാൻ സെക്യൂരിറ്റിയോട് ഒന്ന് കൺഫേം ചെയ്തു. കാരണം എനിക്ക് ടൈമിങ്സ് അത്ര വശമില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു, സാർ നോമ്പ് തുറന്നോ, ഫുഡൊക്കെ കഴിക്കാനായോ? കാരണം ഇവിടെ ഇപ്പം വീക്കെൻഡ് ആയതുകൊണ്ടെന്ന് തോന്നുന്നു കുറേ പിള്ളേരും പിന്നെ കുറേ ഇത്തമാരൊക്കെ ഫുഡൊക്കെ ആയിട്ട് പാർക്കിൽ വന്നിപ്പുണ്ട്. അപ്പോൾ ഇത് ചെറിയൊരു പാർക്കാണ്. പാർക്കിൻ്റെ പേര് ഞാനിപ്പോൾ നോക്കിയിട്ട് പറയാം. അപ്പോൾ ഇവിടെ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്. ഞാനിപ്പോൾ അവിടെ പോയിട്ട് കഴിച്ച് ബേൺ ഔട്ട് ചെയ്ത കാലറീസൊക്കെ വീണ്ടും തിരിച്ച് കയറ്റാൻ പോവാം. എന്നാലും തുല്യമായിട്ടേ ഇരിക്കുള്ളല്ലോ, കൂടില്ലല്ലോ. അൽ ഖശാം പബ്ലിക് പാർക്ക് ഇവിടെ കുറേ കുട്ടികളും മരങ്ങളും, നല്ല രസമാണ്. ഈ ഒരു സ്പേസ് നല്ല രസമാണ്. അപ്പോൾ ഞാനിവിടെ വരും, ഇടയ്ക്ക് മക്കളെയും കൊണ്ട് വരും, ഇടയ്ക്ക് ഒറ്റയ്ക്ക് വരും. കൂടുതൽ ഒറ്റയ്ക്കേ വരിക. ഈവനിങ്സിൽ വരും, വന്നിട്ട് ഒരു 2-3 പേജ് ബുക്കൊക്കെ വായിക്കും. ഇന്ന് ഞാൻ വായിച്ച ബുക്ക് ജീവിതം ഒരു മോണാലിസ ചിരിയാണ്. നമ്മൾ ബുക്ക് വായിക്കണം. അപ്പോൾ ഇൻസ്റ്റാഗ്രാം തന്നെ റീൽസ് നോക്കിക്കൊണ്ടിരുന്നാൽ ഓക്കെയാണ്, ഓരോരുത്തരുടെ ഇഷ്ടം. എനിക്കിങ്ങനെ ബുക്ക് വായിക്കുന്നതും എഴുതുന്നതും എനിക്കിഷ്ടമാണ്. അപ്പം നമ്മുടെ ഇങ്ങനെ ചത്തു കിടക്കുന്ന ബുദ്ധിയൊക്കെ ഒന്ന് നമ്മൾ ഭാവനയുടെ ചിറകുകൾ വിരിക്കും നമ്മൾ, ഇല്ലേ? അപ്പോൾ ഞാൻ അവിടെ ഒരു റെസ്റ്റോറൻറ്റ് കാണുന്നുണ്ട്. റെസ്റ്റോറൻ്റ് അല്ല, ഒരു കഫേറ്റേരിയ. അവിടെ പോയിട്ട് വല്ലതും കഴിക്കട്ടെ. നാളെ കാണാം കേട്ടോ. ബൈ ബൈ. ഇപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കും. ഹാപ്പി വീക്കെൻഡ്. ബൈ ബൈ.